CPM. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ MR അഭിലാഷ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MR അഭിലാഷ്, ഇവിടെ മതവിശ്വാസത്തിനെതിരാണ്, മതവികാരം വ്രണപ്പെടുത്തി അയ്യപ്പൻ്റെ പേര് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു. ഇതൊക്കെയാണല്ലോ CPMന്റെ വാദം. നിയമപരമായി എന്തെങ്കിലും പിൻബലം ഇതിനുണ്ടോ? ശ്രീ മഞ്ജുഷ്, ഇതൊരു പാട്ടാണ്. പലരും അതിനെ ഒരു പാരഡി ഗാനമായിട്ട് കാണുന്നു. ശബരിമല കൊള്ളയെ കുറിച്ചൊരു റെഫറൻസ് ഉണ്ട്. അങ്ങനെ സ്വർണ്ണക്കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് അപേക്ഷ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഗാനം എന്നുള്ള നിലയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നു. ഭക്തന്മാര് അല്ലെങ്കിൽ ഭക്തിയുള്ളവർക്ക് അല്ലെങ്കിൽ ഭക്തി പ്രകടിപ്പിക്കാൻ ഈ വരികളിലൂടെ കഴിയും. ഒന്നും തന്നെ നിയമത്തിൽ വിശ്വാസം വ്രണപ്പെടുത്തുന്നതായി കാണാൻ കഴിയില്ല. നിരവധി കേസുകൾ സുപ്രീം കോടതി, ഈവൻ ഹൈക്കോടതി FIR ആയിട്ട് ബന്ധപ്പെട്ട് ഇടപെടാൻ എന്തെങ്കിലും കാരണത്താൽ വിസമ്മതിച്ചാൽ സുപ്രീം കോടതിയിലേക്ക് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള FIRകളൊക്കെ അസാധുവാക്കി കളയുന്ന നീതിന്യായ വ്യവസ്ഥ പ്രാക്ടീസ് ചെയ്യുന്നു. കാരണം ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ചില പരിധികളും പരിമിതികളും ഉണ്ടെങ്കിലും ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് എതിർപ്പുളപ്പെടുന്നു എന്നതൊന്നും തന്നെ അത് രാഷ്ട്രീയ വികാരം വ്രണപ്പെടുത്തുകയാണ്, മതവികാരം വ്രണപ്പെടുത്തുന്നില്ല. അയ്യപ്പസ്വാമിയെ കുറിച്ച് ശബരിമലയിലെ ആചാരങ്ങളെയോ അതിനെതിരെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെട്ടേക്കാം. പക്ഷേ ഇവിടെ അത്തരത്തിൽ പരാമർശവും നേരത്തെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, സഖാക്കൾ എന്ന് പറയുന്ന പരാമർശം, അത് സുഹൃത്തുക്കളേ ഉള്ളു. സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ കുചേലനെ ശ്രീകൃഷ്ണനും അപ്പൊ സഖാവെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം, അപ്പൊ അവിടെയും മതവികാര വിശ്വാസമല്ല വ്രണപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഒരു മതം, ഒരു മലയാള പദം സഖാവ് എന്നുള്ള ഒരു പദം മാത്രം എക്സ്ക്ലൂസീവായിട്ട് ചേർത്ത് വെച്ച് അങ്ങ് കാണുമ്പോഴാണ് ഒരു ഭക്തിപരമായ ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗാനത്തിൽ അല്ലെങ്കിൽ പാരഡി പ്രയോഗം വന്നു. അവിടെയും വ്രണപ്പെടുന്നത് രാഷ്ട്രീയ വികാരം മാത്രമാണ്. മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ ഇതിനകത്ത് കേസെടുക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. നിരവധി കേസുകളുണ്ട് സുപ്രീം കോടതി തീരുമാനിക്കപ്പെട്ടത്. ഇമ്രാൻ ഖവാബ്ഗറി കേസ്, അത് ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് 2025 ജസ്റ്റിസ് അബയോ FIR റദ്ദ് ചെയ്തത്. അതും സമാനമായിട്ട് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞു. മതവികാരം ശരി, ശ്രീ MR അഭിലാഷാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസിലേക്ക് പോകുവാൻ കഴിയില്ല എന്നാണ് ശ്രീ MR അഭിലാഷ് പറയുന്നത്.